الشيطان الرجيم أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. مطلب في حكم الزكاة والصدقة لآل بيت النبي صلى الله عليه وسلم. ഫിഖ്ഹിലുള്ള അസ്ല മസ്അല എന്താണ്? സകാത്തും സദഖയും അഹ്ലു ബൈത്തിന് വാങ്ങിക്കൂടാ, കൊടുത്താൽ വീടുകയും ചെയ്യൂല. മുത്തഹമ്മിനൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് എന്തുകൊണ്ടാണ് പറ്റാത്തത്. ഇത് ജനങ്ങളെ അവതാരം പറ്റി ജീവിക്കുന്ന അവസ്ഥ വരും. അഹ്ലു ബൈത്തിന് അതിനേക്കാൾ ഉന്നതമായ പദവിയാണ് ഉള്ളത്. മറ്റൊന്ന് ഹുമുസുൽ ഹുമുസുണ്ട്. യുദ്ധം കഴിഞ്ഞ് കിട്ടുന്ന ഗനീമത്തിൻ്റെ എത്ര? മറ്റേ 20 അപ്പം 4%. ഹുമുസുൽ ഹുമുസ് 5-1 എന്ന് പറഞ്ഞാൽ 20. അതിൻ്റെയും 5-1 4%. 4% തന്നെ ഹുമുസിൻ്റെ ഹംസും കൂടെ ഗുണിക്കുക. എന്നാൽ 25-1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4%. ആ 4% കൊണ്ട് എന്താക്കണം? കനായത്തോടെ ജീവിച്ചുകൊള്ളണം. ചിലപ്പോൾ ആർഭാടത്തിനെത്തൂല. അപ്പോൾ ബഹുമാനം എന്ന് ബാക്കിയുണ്ടെങ്കിലും എന്തില്ല? ഹുമുസ് ഇല്ലാത്തത് കൊണ്ട് അവർ കഷ്ടപ്പെടുന്ന കാണാൻ കഴിയൂല. അപ്പം സക്കാത്ത് കൊടുക്കാന്ന് മുഖ്താറാക്കിയ കൗലുണ്ടാവും. 80 യോദ്ധാക്കൾക്കുണ്ട്. പിന്നെ ഇത് ഓരോ യോദ്ധാക്കളായിട്ടില്ലല്ലേ ഇനി? അത് കിട്ടും. പക്ഷെ അങ്ങനത്തെ യുദ്ധം ഇപ്പൊ ഇല്ലല്ലോ. قال العلماء لما كانت الصدقة أوساخ الناس. സദഖ എന്നുള്ളത് ജനങ്ങളുടെ കച്ചറയാണെന്ന ചേറാണ്. അത് നുസ്ദിഹ മൻസിബുഹു ശരീഫു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉന്നതമായ പദവി നമ്മെന്താക്കി ബഹുമാനിച്ചു വെച്ചു. എന്താലി ജനങ്ങളെ ചേർന്നും തങ്ങൾക്ക് വേണ്ട. എന്നിട്ട് ആദ്യം തങ്ങളുടെ പേരിലാണ് ബാധ്യത. വഞ്ചറ ഇല ആലിഹി ബിസബബിഹി. അവിടെ നിന്ന് എന്താക്കി തങ്ങളെ കാരണങ്ങളാൽ ആലിലേക്കും കടന്നു. അവിടുന്ന് പിന്നീട് അവരുടെ മൗലകളിലേക്കും കടന്നു. അഹ്ലുബൈത്തിന്റെ മൗല ഉണ്ടെങ്കിൽ ഇവർക്കും വാങ്ങിക്കൂടാ. ഇനി അതാണ് ഒരു കാരണം. വായിദൻ ഫസ്സദഖത്തു തുഅത അലാ സബീലി തറഹുമി. കാരുണ്യം തോന്നിയിട്ടാണ് എന്താക്കുന്നത്? സദഖ കൊടുക്കുന്നത്. ആ കാരണം എന്നുള്ളത് അൽ മബനി അല ദുല്ലിൽ ആഖിരി. ഇത് സ്വീകരിക്കുന്ന ആളുടെ ദുല്ലിന്റെ മേൽ അറിയിക്കുന്നു. നിസ്സാരത വരും. എന്നിട്ട് സദഖക്ക് പകരമാക്കപ്പെട്ടു ബിൽ ഗനീമത്ത് കൊണ്ട്. ഗനീമത്ത് എന്താ? അൽ മഅഖൂദത്തി ബിതരീഖിൽ ഇസ്സി വശറഫ്. ഇസ്സിന്റെയും ഷറഫിന്റെയും ഭാഗത്തിൽ കൂടിയാണ് അദാക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. അൽ മബ്നി അലാ ഇസ്സിൽ ആഖിരി വദുല്ലിൽ മഅഖൂദി മിൻഹു. ആരുടെ പക്കൽ നിന്നാണോ വാങ്ങിയത് അതാണ് അദാക്കൾ. അദാക്കൾ എന്ന് പറഞ്ഞാൽ ചെയ്യല്ലേ ശത്രുക്കൾ. എല്ലാത്തിനും പരിഭാഷ അറിയില്ല. അപ്പൊ അന്ന് മൂത്ത് നീങ്ങൂല. ചിലതിന്റെ പരിഭാഷ അറിയില്ല. എന്തായാലും അങ്ങനെ തിരിയുന്ന കേട്ടാൽ മതി. വദുല്ലിൽ മഅഖൂദി മിൻഹു. അപ്പം എന്തുണ്ട്? നേരത്തെ പൈസ കൊടുക്കുന്നാക്ക് ഇസ്സും വാങ്ങുന്നാക്ക് ദുല്ലാണ്. ഇത് നേരെ തിരിച്ചുണ്ട്. വഖദ് ഇഖ്തലഫ ഉലമാഉ സലഫി റളിയല്ലാഹു അൻഹും ഹൽ തുശാരികുഹു ഫീ ദാലികൽ അംബിയാഉ അം ഇഖ്തസ്സ ബിഹി ദൂനഹും. മറ്റുള്ള അംബിയാക്കൾക്കും ഇതിൽ പങ്കുണ്ടോ? അതായത് ഈ ഹുക്കുമിൽ അല്ല തങ്ങൾക്ക് മാത്രമുള്ളതാണോ? ഫഖാല ബിൽ അവൽ. അവലരാണ് അംബിയാ മുർസലീങ്ങൾക്കും ഇത് ബാധകം തന്നെ എന്ന് പറയുന്നതിൽ അൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. വസ്സാനി രണ്ടാമത്തേത് ഖൗൽ ഏതാണ്? തങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത് സുഫ്യാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. അവിടെ തീർന്നു. ഇനി
സക്കാത്തും മറ്റുള്ള സദക്കയും എല്ലാം ഒരുപോലെയാണോ, അല്ല സക്കാത്തിന് മാത്രമാണോ, അല്ല സദക്കക്ക് മാത്രമാണോ എന്നതാണ് ഈ അടുത്ത ചർച്ച. നല്ല നല്ല മട്ടത്തിന് മുമ്പ് നിർത്തി വയ്ക്കും. സുമ്മ സക്കാത്തു വസദഖത്തു തതവ്വുഇ ബിന്നിസ്ബതി ഇലൈഹി സവാഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തിട്ട് അതുപോലെ മറ്റുള്ള അമ്പിയാക്കൾക്കും സദഖത്തു തതവ്വുഉം സക്കാത്തും എല്ലാം ഒരുപോലെ തന്നെയാണ്, ഒന്നും വാങ്ങിക്കൂടാ. വമ്മ ആലുഹു അനി തങ്ങളുടെ ആലിനോ ഫമദ്ഹബുന നമ്മുടെ മദ്ഹബ് എന്ന് ശാഫിഈ മദ്ഹബ് അന്നഹു ലാ യഹ്റുമു അലൈഹിം സിവ സക്കാത്തി. സക്കാത്തേ ഹറാമുള്ളൂ, സക്കാത്ത് അല്ലാത്തത് ഹറാമില്ല എന്നാണ്. ബാക്കി സദക്ക വാങ്ങാം. വമ്മ സദഖത്തു തതവ്വുഇ സുന്നത്താക്കപ്പെട്ട സദക്ക ഉണ്ടല്ലോ, സക്കാത്ത് അല്ലാത്തത് ഫതഹില്ലു ലഹും ഫിൽ അസഹി. ബാലിൻ്റെ പേരിൽ അത് വാങ്ങാൻ അസഹി പ്രകാരം ഹലാലാണ് എന്ന് പറഞ്ഞത്. ഇനി ഫീ വജ്ഹിൻ, ഏത് അസഹിൻ്റെ മുക്കാബിലിൽ ഒരു വജ്ഹിലുണ്ട് ഇന്ധന നമ്മുടെ മദ്ഹബിൽ തന്നെ. വഹുവ മദ്ഹബുൽ മാലിക്കി, മദ്ഹബും അപ്രകാരമാണ്. അന്നഹ തഹറുമു അലൈഹിം, ഇത് സദഖത്തു തതവ്വുഉം ഹറാമാകും ആയിദൻ എന്ന് പറഞ്ഞാൽ സക്കാത്ത് ഹറാമാകുന്നത് പോലെ തന്നെ. വഫീ വജ്ഹിൻ സാലിസിൻ, ഇനി മൂന്നാമത്തെ ഒന്നുണ്ട്. തഹറുമു അലൈഹിം അൽ ഖാസ്സത്തു, ഖാസ്സായ സദഖ ഉണ്ടല്ലോ, അത് ഹറാമാണ്. ദൂനൽ ആമ്മത്ത് ഹറാമില്ല. ഇതുപോലെ പള്ളിയിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം കോരുന്ന അങ്ങനെ ആമ്മായിട്ട് എല്ലാവർക്കും പൊതുവെ മുസബലാക്കപ്പെട്ട പോലെ ഉണ്ടാവുമല്ലോ. ഇത് തങ്ങക്കാന്നേന്ന് പറഞ്ഞാൽ വാങ്ങിക്കൂടാ. ഖാസ് അതാക്കൽ മസാജിദ്, പള്ളി പോലെ വമിയാഹിൽ ആബാരി, കിണറിലെ വെള്ളം. അപ്പോൾ അവർ ഒരാൾക്ക് പ്രത്യേകിച്ചെന്നില്ല, ഒരു മുല്ല് വരാനില്ല. വഹക്ക ഇബ്നു സലാഹി റളിയല്ലാഹു അൻഹു, ഉപറപ്പറ്റി നേരത്തെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞു പോയി. ആരബിനെ തൊട്ട് അൻ അബിൽ ഫറദി സർഖസി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടിട്ട് ഇബ്നു സലാഹി റളിയല്ലാഹു നഖൽ ചെയ്യുന്നു. അബുൽ ഫറദ് ആരാണ്? വൽ ഇമാമുൽ ബാരിഉ അസ്സാലിഹു അസ്സാഹിദു അൽ വരിഉ അബുൽ ഫറദ് അബ്ദുറഹ്മാൻ ഇബ്നു അഹ്മദ് സർഖസി അത്തബരീസി അൽ മഅറൂഫ് ബിസ്സാദ്. സാദ് അങ്ങനെ വായിക്കണം, ബിസായൈനീൻ, രണ്ട് സായിയാണ്. വഹുമിൻ തലാമിദത്തിൽ ഖാദി ഹുസൈൻ്റെ ശിഷ്യനും. ഖാല അബൂ സഈദ് സംആനി പറയുന്നു, അഹദു അഇമ്മത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഇമാമികളിൽപ്പെട്ട പ്രസിദ്ധനായ ഒരാളാണ് സർഖസി. അന്ന ഫീ സർഫി സക്കാത്തി വന്നദിരി ഇലൽ ഹാഷിമിയ്യി ഖൗലൈനി. ഇത് സക്കാത്തിൻ്റെ പൈസയും നേർച്ച പൈസയും ഹാഷിമിയിലേക്ക്, ഹാഷിമി എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു വിഭാഗം, മുത്തനബി ആയാലും അങ്ങനെ തന്നെ രണ്ട് കൗലുണ്ട്. വഫീ ജവാസി കൗനിഹിം അമ്മാനൻ അല സക്കാത്തി വജ്ഹാനി. സക്കാത്ത് വാങ്ങാനും കൊടുക്കാനുള്ള ആമിലികളാക്കാൻ പറ്റും, ഓറാമറ പണിക്കാറാക്കുന്നു. അതിൽ രണ്ട് വജ്ഹുണ്ട്. അത് കോലും വജ്ഹും രണ്ടും രണ്ടോ ഒന്നാ. എന്താണ് അസഹ്ഹുമാ, ആ രണ്ട് വജ്ഹിൽ അസഹ് ഐലൻ അൽ മൻഉ, പാടില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരാക്കി നിയമിക്കാനും പറ്റൂല എന്ന്. മിനൽ ഖസായിസിൽ കുബ്ര ലിസയ്യൂത്തി റഹ്മഹുല്ലാഹി റളിയല്ലാഹു അൻഹു. വഫീ ബഗിയത്തുൽ മുസ്തർശിദീൻ എന്ന ഫിഖ്ഹിൻ്റെ കിതാബാണ്. നഖലൻ അനിൽ ഹബീബിൽ അല്ലാമത്തി അബ്ദുല്ലാഹി ബിൻ ഹുസൈൻ ബൽ ഫഖീഹ് മാ നസ്സുഹു. അതിൻ്റെ മസല എന്താ? ഇത്തഫഖ ജംഹൂറു ശാഫിഇയ്യത്തി അലാ മൻഇ ഇഅ്താഇ അഹ്ലിൽ ബൈത്തിൻ നബവിയ്യി മിനസ് സക്കാത്തി. കണ്ടോ, ശാഫിഈ മദ്ഹബിൻ്റെ ജംഹൂറായ ഭൂരിപക്ഷം ഉലമാക്കളും ഇത്തിഫാക്കാണ്, അഹ്ലു ബൈത്തിന് എന്ത് പറ്റൂല, സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. മിനസ് സക്കാത്തി, അതുപോലത്തെ കുല്ലി വാജിബിൻ, അതുപോലത്തെ വാജിബായ മറ്റേതും പറ്റൂല. കഫാറത്തും കനദിരിൻ, നേർച്ച പോലെ. കഫാറത്തിൽ അജിനെ മറ്റേ കഫാറത്തിൽ ഫിദിയെല്ലാം വരുമല്ല. അന്നും ചോദിക്കും, അവർക്ക് ഇന്ന് ഹുമസ് എന്നാണ് വാഹി കിട്ടുന്നില്ല, അവർ വീട് മുഴുവനും പട്ടിണിയെന്ന്. ഓർ യാചിക്കാനും പറ്റൂല, സദക്ക കൊടുത്താൽ പറ്റുകയും ചെയ്യില്ല. അപ്പോൾ ഓർന്താക്കേണ്ട പട്ടിണി എടുക്കില്ല. അതാ വഇൻ മുനിഉ ഹഖഹും മിൻ ഖുമുസുൽ ഖുമുസി, യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന 4% ഉണ്ടല്ലോ, അതിൻ്റെ ഹക്ക് ഇവിടെ ഇല്ലാണ്ട് വന്നാലും ആയിക്കൂടാ. ഇതാണ് മുഅ്തമദായ മസ്അല. വകദാ മവാലിഹിം, അതുപോലെ തന്നെയാണ് അവരുടെ മൗലകളും അങ്ങനെ തന്നെയാണ്. അല നസ്തഹായ വജ്ഹ് പ്രകാരം. ഇതാണ് അസ്ലു മസ്അല.
എന്നാൽ ഇവരെ പട്ടിണി മാറ്റണം. എന്നാൽ പിന്നെ ആകെ വകുപ്പ് എന്തേ ഉള്ളൂ, അവർക്ക് ഹദിയ കൊടുക്കൽ മാത്രം. ഹദിയ കൊടുത്താൽ കൂലി കുറയുമെന്ന് വെച്ചിട്ട് ഖോജാക്കന്മാർ കൊടുക്കുകയും ചെയ്തു. കൂലി കുറയൂല, കൂടുതലാണ്. എന്തുകൊണ്ട്? തഅലീമിന്റെ ഫളായിൽ കൂടെ അവർക്ക് കിട്ടലാണ്. പക്ഷെ ഖോജാക്കന്മാർ ഈ പണക്കാരോട് പറഞ്ഞ ഓരോ തലയിലൊന്നും ഇല്ലല്ല, പറഞ്ഞാൽ തിരിയില്ല. സക്കാത്തായിട്ട് അവകാശങ്ങൾ കൊടുത്തോട്ടെ, അഹ്ലു ബൈത്തിന് കൊടുക്കലുമായി, അതോടൊപ്പം തന്നെ തഅലീമും. വഖ്താറ കസീറൂന മുതഖദ്ദിമൂന വമുതഅഖിറൂൻ. മുൻകഴിഞ്ഞ ഉലമാക്കളും ശേഷക്കാരായ ഉലമാക്കളും എന്താക്കി? ജവാസിനെ മുഖ്താറാക്കിയിട്ടുണ്ട്. അസ്ല് മസ്അല ആയിരിക്കൂല ചിലപ്പോൾ ഉണ്ടാകല്, മുഖ്താറാക്കിയതാണ്. ഹൈസു എപ്പോഴും ഇൻഖതഅ മിൻഹും ഖുമുസുൽ ഖുമുസ്, 4% ഗനീമത്തിൽ നിന്നുള്ള ഓഹരിയുണ്ടല്ലോ, അതില്ലാണ്ട് വന്നല്ലോ ഇപ്പോഴും. ആ അവസരത്തിൽ മിൻഹും, ഈ മുഖ്താറാക്കിയ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? വലിയ ലോകത്തറിയപ്പെട്ട നേതാക്കന്മാർ. 1 അൽ ഇസ്തഖ്രിയു, 2 വൽ ഹറമി, 3 ഇബ്നു യഹ്യ, 4 ഇബ്നു അബീ ഹുറൈറ. കണ്ടാ? വഅമില ബിഹി, അതുകൊണ്ട് അമലും ചെയ്ത്, വഅഫ്താ ബിഹി, ഫത്വയും കൊടുത്തു, ഫഖറുദ്ദീനുർ റാസി, അതുപോലെ ഖാദി ഹുസൈനി, വബിൻ ശുക്കൈലി, ഇബ്നു സിയാദ്, നാശിരി, ഇബ്നു മുത്തൈർ. 10 ആളായി. അതോറെ പറ്റി പറയുന്ന ആരാണ് ഇസ്തഖരി എന്ന് പറഞ്ഞാൽ? അൽ-ഇമാമുൽ ജലീലു ഖാദി ഖും. ഖും എണീച്ചിരിക്കുന്നല്ല, അത് നാട്ടിൻ്റെ പേരാണ്. അബൂ സഈദിൽ ഹസൻ ഇബ്നു അഹ്മദ് ബിൻ യസീദ് അൽ ഇസ്തഖരി 244 മൂപ്പർ ജനനം. 328 വഫാത്ത്. അഹദുർ റുഫാഇ മിൻ അസ്ഹാബിൽ വുജൂഹ്. കണ്ടാ? ശാഫി ഇമാമിന്റെ അസ്ഹാബുൽ വുജൂഹിൽ ഉന്നതനാണ് ഇസ്തഖരി. കാന വരിഅൻ സാഹിദൻ മുതഖല്ലിലൻ. അതൊന്നും ഞാനിപ്പോൾ അർത്ഥം വെക്കുന്നില്ല, എല്ലാ അർത്ഥം കിട്ടും. അല്ലെങ്കിൽ മേശനോട് ചോദിക്കാൻ നമുക്ക്. പിന്നെ ആരാണ്? ഹറവി എന്ന് പറഞ്ഞാൽ വഹുവൽ ഖാദി അബൂ മൻസൂർ മുഹമ്മദ് ബിൻ മുഹമ്മദിൽ ഹറവി. 410 ഹിജ്റ, ഖസാലി ഇമാമിന്റെ മുമ്പായി. അഹദു അയിമ്മത്തിൽ അസ്ഹാബ് അൽ ജാമിഈന ബൈനൽ ഫിഖ്ഹി വൽ ഹദീസ്. ഫിഖ്ഹും ഹദീസും ഒരുമിച്ച് കൂട്ടിയ അസ്ഹാബിമാരായ അയിമ്മത്തിൽപ്പെട്ടവരാണ്. വമിൻ അജല്ലി തലാമിദത്തി ശൈഖ് അബൂ സഈദ് അൽ മർവസി ഇമാമിന്റെ പ്രത്യേക ശിഷ്യന്മാരെപ്പെട്ടവരാണ്. ഇനി വയഹ്തമിലു, എനിക്ക് സാധ്യതയുണ്ട് ഹറവി വേറൊരാളുണ്ട്. ആരാണ്? അയ്യകൂനുൽ ഹറവിയു അബാ സഅദിൻ ഇബ്നു അഹ്മദിൽ ഹറവി തിൽമീദ് അബൂ ആസിമിൽ അബ്ബാദിയുടെ ശിഷ്യൻ. അങ്ങനെയും ആവാം ഹറമി എന്നൊരു ഒരേ പേരും രണ്ടാളറിയപ്പെട്ടു പോയി. 3 ഇബ്നു യഹ്യ. അതാരാ? അൽ ഇമാമു ശഹീദു അബൂ സഈദ് മുഹമ്മദ് ഇബ്നു യഹ്യ നൈസാബൂരി റളിയല്ലാഹു. 476 ജനനം. ഖസാലി ഇമാമിന്റെ അടുത്ത് അലി. പിന്നെ വഫാത്തോ 548. തിൽമീദുൽ ഖസാലി റളിയല്ലാഹു അൻഹുവിന്റെ തിൽമീദാണ് ഖവാഫിന്റെയും. വബിഹിമാ തഫഖഹ, അവരുടെ പക്കൽ നിന്നാണ് ഫിഖ് പഠിച്ചത്. ബരിഅ ഫിൽ മദ്ഹബി വസന്നഫ, മദ്ഹബിൽ വളരെ പ്രസിദ്ധരാവുകയും തസ്നീഫാത്ത് ഉണ്ടാക്കുകയും ചെയ്തു. മഅദ്ദിയാനതി വസ്സുഹുദി വസഅത്തിൽ ഇൽമി. അടാ ഖതലഹുൽ ഉസ്സു, മുബറ കൊന്നതാന്നാ പറയുന്നത്. പഴയകാലത്ത് കൊല്ലുന്നുണ്ടല്ലോ, ഇപ്പം കൊല്ലാത്ത രീതിയിലുള്ള കൊല്ലയും പോലെ. ആലിമീങ്ങൾ ഇപ്പം കത്തെടുത്ത് കൊല്ലൂല, കൊല്ലൻ്റെ ശൈലി മാറിയിട്ടുണ്ടോ. പിന്നെ ആരാ? ഇബ്നു യഹ്യ ഇപ്പം വായിച്ചത്. നാലാമത്തെ ഇബ്നു അബീ ഹുറൈറ, അത് മറ്റു സഹാബിയല്ലേ. അൽ ഇമാമുൽ ജലീലു അബൂ അലി അൽ ഹസൻ ഇബ്നുൽ ഹുസൈൻ അൽ ബഗ്ദാദി. വഫാത്ത് 345. ഇൻതഹത് ഇലൈഹി റിയാസത്തുൽ മദ്ഹബ് ഫീ വഖതിഹി. ആ കാലഘട്ടത്തിൽ മദ്ഹബിന്റെ പരമാധികാരം അവർക്കാണ്. ആർക്ക്? ഇബ്നു അബീ ഹുറൈറ. ഇത്രയും ആളുകൾ എന്താക്കി? അത് മുഖ്താറാക്കി. എന്നിട്ടോ വഅമില ബിഹി വഅഫ്താ ബിഹിൽ ഫഖറുദ്ദീനുർ റാസി, തഫ്സീറിന്റെ പറഞ്ഞ. പിന്നെ ഖാദി ഹുസൈനി. ആരാണ്? അബൂ അലിയിൻ ഇബ്നു മുഹമ്മദിൽ മർറൂദി. 462 ഖാദി ഹുസൈനി. ശൈഖു ശാഫിഇയ്യ ബി ഖുറാസാൻ. വാഹിദു അസ്ഹാബിൽ വുജൂഹി ഫിൽ മദ്ഹബ്.
മദ്ഹബിലെ അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട ആളാണ്. കാന മിൻ നവഹിയത്തിൽ ഇൽമി, ഇൽമിൻ്റെ വലിയ ഒരു ഭണ്ഡാകാരമാണ് മൂപ്പർ. യുലക്കബ് ബഹറുൽ ഉമ്മ എന്നാണ് അവർക്ക് ലഖബ്. ഫി താലീഖ് എന്താണ് ലഹു അത്തഅലീഖത്തുൽ കുബറ വൽ ഫതാവ, ഇങ്ങനെ കിതാബ് പലതും ഉണ്ട് ഖാദി ഹുസൈനി. അപ്പോൾ ഇന്ന് കണ്ണൂർ കാണുന്ന കവല ഖാദി ഹുസൈൻ അത് ആരാണെന്ന് അറിയുന്നില്ല. ഖാദി ഹുസൈൻ ഇങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ഈ ഖാദി ഹുസൈനാണോ അങ്ങനെയാണോ അവർ കേരളത്തിലാണ് ജീവിച്ചത്? ഇരുവേദിയിൽ എല്ലാ ആ കടക്കുന്ന ഓറ പേര് ഖാദി ഹുസൈൻ എന്നാണോ? ഇതെല്ലാം ആസിനെ മുസനത്ത് കഴിച്ചാൽ പറയും വേറൊരാൾ കണക്ക് വെച്ചിട്ട് വരണമെന്നുണ്ടാവും. അതുകൊണ്ട് അസരി തങ്ങളോട് പറഞ്ഞു ശ്രീണ്ടാവനെ കിടക്കുന്ന ആളെ പേര് വെച്ചപ്പോൾ എന്താണ് കിട്ടിയെന്ന് ചോദിച്ചാൽ മുമ്പ് ചോദ്യം ചെയ്ത് നോക്കുന്നൊക്കെ ഒരു അസമാധാനം കണക്ക് വെച്ചിട്ട് വന്നാന്ന്. ഓരോ കൈമറിയുന്ന ആളെന്നല്ല, നമ്മളെ പൊട്ട ആളല്ലല്ല. കൊണ്ട് പോയി ചാടണമെന്നിട്ട് മൂപ്പർ കാലം പോയി. അങ്ങനെ പേര് തഹക്കീക്കായിട്ട് അതെല്ലാം കൃത്യമായി പറയാൻ പറ്റുന്നൊന്നും കൂടുതലൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം വ്യാജമൊന്നും അർത്ഥമില്ല. വബിൻ ഷുക്കൈലി ആറല്ലേ അൽ അല്ലാമത്തുൽ ഫഖീഹുൽ ഖാദി അൽ മുഫ്തി മുഹമ്മദ് ബിൻ സഅദ് അൽ അൻസാരി അൽ ഖസറജി അൽ യമനി അൽ മഅറൂഫ് ബിബി അബി ഷുക്കൈൽ. കേട്ടോ, 664 ജനനം, 740 വഫാത്ത്. അത് തഖ്ദീർ എന്ന വളരെ കൃത്യമായ കണക്കല്ല, അത് മുമ്പ് വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞല്ലോ. ലഹു ശറഹും മുതവ്വലുൻ അലൽ വസീത്ത്, ഖസാലി ഇമാമിൻ്റെ അല്ലേ വസീത്ത്, അത് അലിൽ ഖസാലി, അതിന് നീണ്ട ശറഹുണ്ട്. ഫതാവ മഷ്ഹൂറ വനബദത്തും ഫിൻ നസബി തവല്ല ഖലാഅ സബീദ് മുദ്ദത്തൻ. യമനിലുള്ള നാടാണ് സബീദ്, അവിടെയുള്ള ഖാദി സ്ഥാനേറ്റു. വമിൻ ദുർരിയത്തിഹി അൽ ഇമാമുൽ ഖാദി മസ്ഊദ് ബിൻ സഅദ് ബിൻ അഹ്മദ്. പിന്നെ വലദുൽ ഖാദി ജമാലുദ്ദീൻ അൽ മഅറൂഫ് കുല്ലും മിൻഹുമാ ബി അബി സുകൈലൻ. ബുപ്പാനെ പറയും പോലെ തന്നെ അബി സുകൈൽ ഓർക്കൊണ്ട് പേര്. ആലിമാനി ഫഖീഹാനി. ഇനി ബാക്കിക്ക് എന്താ? ഉഖൂദുൽ അൽമാസ് ലിൽ അലാമത്ത് അലവി ബിൻ താഹിർ അൽ ഹദ്ദാദ് 208 മുതൽ 211 വരെ നോക്കുക എന്ന് പറയും. 3 പേജ്. പിന്നെ ഇബ്നു സിയാദ് അല്ലേ, അതാ അത് ഫത്തുൽ മുഈൻ കാണാല. അൽ ഇമാമു അബുൽ ലിയാ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ കരീം അൽ ഗൈസി അൽ മഖ്സദി അൽ സുബൈദി അൽ മഅറൂഫ് ബിബിൻ സിയാദ് 900 മുതൽ 975 വരെ. മുഫ്തി ദിയാർ അൽ യമനിയ ഫീ വഖതിഹി, ആ കാലഘട്ടത്തിൽ യമനിയിൽ ഫത്വയുടെ ആളാണ്. വമിൻ നകാബിരി ഫുഖഹാഇ ശാഫിഇയ്യ ബിഹ, യമനിലെ ഷാഫി ഫിഖ്ഹിൻ്റെ അകാബിറുമാണ്. വഫതാവാഹു മിൻ അസ്ഹൽ ഫതാവ, പ്രസിദ്ധമായ ഫത്വയാണ്. ലഖത്തഹൽ ഇമാം അബ്ദുറഹ്മാൻ അൽ മഷ്ഹൂർ ബഅലവി, അതെന്താക്കി കുറച്ച് ഇഖ്തിസാർ ചെയ്തിട്ടുണ്ട്. ഇനി ആരാളുള്ളത്? നാഷിരി അല്ലേ, അൽ അല്ലാമത്തുൽ ഫഖീഹ് മുശാറക് അഫീഫുദ്ദീൻ ഉസ്മാൻ ബിൻ ഉമർ ഇബ്ൻ അബി ബക്കർ നാഷിരി അൽ യമാനി അഷ്ശാഫിഈ. 804 ജനിച്ചിട്ട് 848 വഫാത്ത്. ചെറിയ വയസ്സേ ഉള്ളൂ, 44. ലഹു മുശാറകത്തും ഫിൽ അദബി വശ്ശിഅരി ദർറസഹ ബിമദാരിസ് സുബൈദ്, സുബൈദിൽ ദർസ് നടത്തിയിട്ടുണ്ട്. സുമ്മൻ ദഖല ഇലാ ഇബ്ബ് ഫതസദ്ദറ ലിൽ ഫത്വ വൽ ഇഖ്റാർ ഫലം യൽബസ് അൻ മാത ബിതാഊൻ. താഊൻ കൊണ്ടാണ് വഫാത്തായത്, അധിക കാലം ജീവിച്ചിട്ടില്ല. മിൻ മുഅല്ലഫാതിഹി അൽ ബുസ്താനുൽ സാഹിർ ഫീ തബഖാത്തി ഉലമാഇ ബനി നാശിർ. ഇനി ഇബ്നു മുത്തൈർ ആരാണ് ഇതുകൊണ്ട് ഫത്വ കൊടുത്തത്? അൽ അല്ലാമത്തു ശൈഖു അലി ഇബ്നു മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം ഇബ്നു മുത്തൈർ അൽ ഹകമി അൽ യമനി. 950 1041. ഫഖീഹുൻ ഷാഫിഇയ്യുൻ ലഹു മഅരിഫത്തുൻ ബിത്തഫ്സീരി വല്ലുഗതി വല്ലദബ്, എല്ലാം മുപ്പർക്കറിയാം. വലഹു നളമുൻ മിൻ മുഅല്ലഫാതിഹി അൽ ഇത്തിഹാഫ്
മുഖ്തസറുൽ തുഹഫത്ത് ഇബ്നു ഹജർ. ഇബ്നു ഹജർ തങ്ങളുടെ പ്രസിദ്ധമായ തുഹഫ മുഖ്തസറാക്കിയ ഇത്തിഹാഫ്. വദ്ദീബാജു അലൽ മിൻഹാജിൽ ഇമാം നവവി. ഇമാമിന്റെ മിൻഹാജ് നമുക്ക് എല്ലാം അറിയാലോ. വകശ്ഫുൽ നിഖാബ് ബിശറഹി മുലഹത്തുൽ ഇറാബ് ലിൽ ഹരീരി. അത് ലോകത്തിന്റെ കിതാബ് ഹരീരി ഇമാമിന്റെ, അതിനുള്ള ഒരു ഷറഹ് പോട്ട്. അപ്പൊ ഇത്രയും ആളുകൾ എന്താക്കി അതുകൊണ്ട് ഫത്വയും കൊടുത്തിട്ടുണ്ട്. ഖാലൽ അശ്ഹർ പറയുന്നു. ആരാണ് അശ്ഹർ പറഞ്ഞാളല്ല? അൽ അല്ലാമത്തുൽ ഫഖീഹുൽ മുഫ്തി ജമാലുദ്ദീൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ അശ്ഹർ അൽ യമനി അശ്ശാഫിഈ. 945 ജനിച്ചിട്ട് 991 വഫാത്ത്. മൗലിദുഹു വഫാത്തുഹു ബി ബൽദത്തി ബൈത്ത് ശൈഖ്. അതോ നാട്ടിൻ്റെ പേര് ബൈത്തു ഷെയ്ഖ്. നമ്മുടെ യമാനി കണ്ടില്ലേ, സാരിഹ് ഷെയ്ഖ്, മഹല്ലത്തു ഷെയ്ഖ്, കരീമൻ മിനൽ ലഹയി. അത് നമ്മുടെ നാട്ടങ്ങോട്ട് പോകാത്തോണ്ട പരിചയമില്ലാത്ത. വഹുനാക ഖബറുഹു ലഹു ശറഹുൻ മത്ബൂഉൻ അലാ ബഹജത്തിൽ മഹാഫിലി ലിൽ ആമിലി. ബഹജത്തുൽ മഹാഫിലി ഇപ്പം കിട്ടാവുന്ന കിതാബാണ്, മദ്ഹാണ്. വഫതാവ ഫിഖ്ഹിയ്യ വഗൈറു ദാലിക. അവർ പറയുന്നത് അയിമത്തും കിബാർ, ഈ പറയപ്പെട്ട 10 ആളെ പറഞ്ഞില്ലേ, ആരല്ലോ? ഇസ്തഖരി, ഹറബി, ഇബ്നു യഹ്യ, ഇബ്നു അബീ ഹുറൈറ, അതുപോലെ ഫഖറുദ്ദീൻ റാസി, ഖാദി ഹുസൈനി, പിന്നെ ഇബ്നു ശുക്കൈലി, ഇബ്നു സിയാദ്, നാശരി, മുത്തൈർ, ഇതെല്ലാം പറഞ്ഞില്ലേ. ഇവരൊക്കെ അയിമത്തുൽ കിബാർ. ഫീ കലാമിഹിം ഖുവ്വത്തുൻ. അവർ പറഞ്ഞ നല്ല ഖുവ്വത്തായി, സാധന പറയുമ്പോഴൊന്നല്ല. വയജൂസു തഖ്ലീദുഹും. എന്താണ്? അവരെ തഖ്ലീദാക്കൽ ജായിസാണ്. എങ്ങനത്തെ തഖ്ലീദ്? തഖ്ലീദൻ സഹീഹൻ, സഹീഹായ തഖ്ലീദ്. പക്ഷെ എന്താണ്? ബി ഷർത്തിഹി. തഖ്ലീദിന് ഒരു ഷർത്തുണ്ട്. ആ ഷർത്ത് പ്രകാരം തഖ്ലീദാക്കുക. എന്തിനാ? ലിൽദറൂറത്തിന് വേണ്ടിയും. നല്ല തങ്ങന്മാരുടെ കാര്യം പട്ടിണിയായിരിക്കും. അങ്ങനെ തഖ്ലീദാക്കിയാൽ നമ്മൾ ഉത്തരവാദിത്തം തീർന്നു പരിമാമിന. ലാക്കിൻ പക്ഷെ എന്തുണ്ട്? ഫി അമലിൻ നഫ്സി, സ്വന്തം അമൽ ചെയ്യൽ മാത്രമാണ്. ലാൽ ഫിൽ ഇഫ്താഇ വൽ ഹുക്മ ബിഹാ. ഫത്വ കൊടുക്കാനും പറ്റൂല. ഖാദി പ്രശ്നം വന്നാൽ ഹുക്ം കൊടുക്കാനും പറ്റൂല. സ്വന്തം നഫ്സിന് അമൽ ചെയ്യാം. നല്ല നീതിയുള്ള വാക്കാണ് ഇപ്പോൾ പറഞ്ഞില്ല. ഇനി മദ്ഹബിൽ ഇതിനപ്പുറം പറയാനില്ല. വഫീ മജ്മൂഇ കലാമിൽ ഇമാമിൽ ആരിഫ് ബില്ലാഹി അഹ്മദ് ബിൻ ഹസനിൽ അത്താസ് സുഇല റളിയല്ലാഹു അൻഹു. അത് ഇവർ പറഞ്ഞില്ല, അഹ്മദ് ബിൻ, ഹൽ യജൂസു ഇതാഉ ആലി ബൈത്തിൻ നബി നബവി ശൈഅൻ മിന സകാത്തി. സക്കാത്തിൽ നിന്ന് അഹ്ലുബൈത്തിന്റെ ആലു നബി ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഫഅജാബ യജൂസു, ജായിസാണ് എന്നാണ്. സവാഉൻ സഅലൂഹു ബിലിസാനി ഹാലിഹിം ഔ മഖാലിഹിം. അവരുടെ ഹാലിൻ്റെ നാവുണ്ടല്ലോ, അത് സംസാരിക്കലും നമ്മ അവസ്ഥ കണ്ടറിയലുണ്ടല്ലോ. എന്നാലും തിരക്കുകളില്ല. അവർ ലറൂറത്തിന് വേണ്ടി എന്താക്കി ചോദിച്ചു പോയി. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, ചോദിക്കാൻ ആക്കണ്ട. ലിൽദറൂറത്തിൽ വാഖഅത്തി ഫി സമാനി വൽ മകാൻ. ഈ കാലഘട്ടത്തിലും സ്ഥലങ്ങളിലും ലറൂറത്ത് സംഭവിച്ചിട്ടുണ്ട്. വഖദ് അഫ്താ ബിദാലിക കസീറുൻ മിനൽ ഉലമാ. ഉലമാക്കളിൽപ്പെട്ട ധാരാളം ഇമാമികൾ ഫത്വയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ അനുകൂലം വന്നു. വസുഇല അയ്ദൻ സയ്യിദുൽ ആരിഫ് ബില്ലാഹി അൽ ഹബീബ് അബ്ദുല്ലാഹി ഇബ്നു മുഹസ്സിനിൽ അത്താസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഫഅജാബ എന്ന് പറഞ്ഞു, ഇൻ അമലഹും യുഅതൂന അഹ്ലൽ ബൈത്ത് മിൻഹാ. കൊടുക്കലാണ് പതിവ് എന്ന് പറഞ്ഞു. വലാകിൻ ലാ യഅ്മുറൂന അഹദൻ ബിദാലിക വലാ യൻഹൗനഹു അൻഹു. അത് വാങ്ങിക്കോന്ന് കൽപ്പിക്കലോ അല്ലെങ്കിൽ വാങ്ങണ്ടാന്ന് തടയലോ ഒന്നുമില്ല. പതിവനുസരിച്ച് കൊടുക്കലാ പതിവ്. മസ്അലത്തു അഫ്താ ബഅദുൽ ഉലമാ ഫത്വ കൊടുത്തു അന്നഹു ഇദാ ദഫഅ സകാത ഇലാ അഹദിൻ മിൻ അഹ്ലിൽ ബൈത്തി. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാൾക്ക് സക്കാത്ത് കൊടുത്താൽ വജബ അലൈഹി ഇലാമുഹു, ആദ്യം അറിയിക്കണം ഇത് സക്കാത്താകുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞാൽ ബി അന്നഹ സക്കാത്ത്, ഇത് സക്കാത്താണ് എന്ന് അറിയിച്ചു കൊടുക്കണം.
എപ്പോൾ ഇൻകാന മിമ്മൻ യറാ തഹരീമ അഖദിൽ ആലിൽ സക്കാത്തി, സക്കാത്തിന് വേണ്ടി മാങ്ങുന്നത് ഹറാമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഓർ മാങ്ങൂലല്ലോ. അതിനാൽ യുഖല്ലിദൽ ആഖിദു മൻ യുജവ്വിസു ഔ യറുദ്ദുഹാ. എന്തിനാണത്? ഈ മാങ്ങുന്നാക്ക് തഖ്ലീദാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാരെങ്കിലും ജായിസാണെന്ന് പറഞ്ഞോ എന്നാൽ എനിക്ക് വാങ്ങാം, അല്ലെങ്കിലോ തിരിച്ചേൽപ്പിക്കാം, എനിക്ക് വാങ്ങിക്കൂടാന്ന് പറയാം. വൈൻകാന മിമ്മൻ യഅ്തഖിദുൽ ഹില്ല, അത് ഹലാലാണ് എന്ന് എത്തിക്കാത് ചെയ്യുന്ന ആളാണ് വാങ്ങുന്ന ആളെങ്കിൽ ലം യജിബ് ഇലാമ എന്ന് അറിയിക്കണമെന്നില്ല. അതാണ് തീർന്നു, സംശയം തീർന്നു. ഇനി പറയാൻ പോകുന്നത് ഒരു ഹദീസ് ഉണ്ട്, ഇസ്തഫ്തി ഖൽബക, നിന്റെ കൽബിനോട് ഫത്വ തേടണം. അവൻ എല്ലാവരുടെ കൽബും ഫത്വക്ക് വെച്ച കൽബ. ഓരോരുത്തരും പറയാം ഞാൻ എൻ്റെ കൽബിനോട് ചോദിച്ചു, എൻ്റെ കൽബിൽ തോന്നിയ പോലെ പറഞ്ഞു. അപ്പൊ ഫത്വക്ക് നിലയും വലിയില്ലേ? ഈ ഫത്വക്ക് ഒരു നിലയും വലിയൊന്നുമില്ല, നിന്റെ കൽബിൽ തോന്നിയ പോലെ ഫത്വ കൊടുക്കല. അതിനെ പറയുന്നത് അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിനൊട്ടും ഖാലിയായ മുഖദ്ദസായ കൽബാണ് ഉദ്ദേശം എന്നാ പറയും. അതുകൊണ്ട് എല്ലാവരുടെ കൽബിനോട് ഫത്വ കൊടുത്തിട്ട് അപ്പൊ കണ്ടുപിടിക്കൽ ഹലാലാന്ന് ഫത്വ കിട്ടൂല. എവിടെയെങ്കിലും കൽബിനോട് ചോദിച്ചില്ല. മറ്റിവൻ പറഞ്ഞവർക്ക് പറയില്ല ഒക്കതാലേക്ക് സമ്പലത്തിൽ ഈ നഫ്സ്, എനിക്കങ്ങനെയാ തോന്നിയത്, എൻ്റെ കൽബിൽ ഫത്വ അങ്ങനെയാന്ന് പറയാല. അപ്പൊ മായന ആ കാണും പോലെ ലാഹിറമല്ല പോകുന്നത്. ഇതുമായിട്ടൊരു ബന്ധമില്ല, മസാല തീർന്ന്. عن وابسة بن معبد رضي الله عنه قال أتيت رسول الله صلى الله عليه وسلم തങ്ങടക്കിലേക്ക് പോയിട്ട് فقال جئت تسأل عن البر والإثم. തങ്ങടക്കിലേക്ക് പോയപ്പോൾ തങ്ങൾ ഇങ്ങോട്ടാ ചോദിക്കുന്നത് ബിർറ് ഇസ്മ എന്നതിനെ പറ്റി ചോദിക്കാനാണോ നിങ്ങൾ വന്നത്? തങ്ങൾക്ക് തിരിയും. ഖുൽതു, ഞാൻ പറഞ്ഞു നഅം, അങ്ങനെ തന്നെ നബിയെ. ഫഖാല, തങ്ങൾ പറഞ്ഞ് ഇസ്തഫ്തി ഖൽബക, നിന്റെ കൽബിനോട് നീ ഫത്വ ചോദിക്കുക. എന്നിട്ടോ അൽ ബിർറു മത്മഅന്നത ബിഹി നഫ്സു വത്മഅന്ന ഇലൈഹിൽ ഖൽബു. നഫ്സും കൽബും എന്നിവയിലേക്കാണോ മുത്മഇന്നായി സമാധാനമില്ല, ഈ ഇതില്ലേ ഇടയാട്ടമില്ലാതെ മുത്മഇന്നായത്, അത് ബിർറിനായിരിക്കും. അങ്ങനെ ഏത് അന്നഫ്സ്, മുത്തഹറായ നഫ്സ്, അതുപോലെ മുത്തഹറായ കൽബ്, അതിന് വല്ല കരടുണ്ടെങ്കിൽ കൽബ് സമ്മതിക്കൂല. വൽ ഇസ്മു എന്ന് പറഞ്ഞതോ അപ്പൊ പ്രത്യേക ഫിഖിന്റെ ഹുക്മ് കണ്ടെത്തിയിട്ടില്ലെങ്കിലും കൽബിൽ നിന്ന് കിട്ടുമത്. വൽ ഇസ്മു മാ ഹാക ഫി നഫ്സി, നഫ്സിൽ സംശയം ജനിപ്പിക്കുകയും വതറദ്ദദ ഫി സദ്രി, സദ്രിൽ ഇത് വേണോ വേണ്ടിയോ എന്ന് എനിക്ക് വന്നാലും ശരി. അവിടെ വഇൻ അഫ്താക നാസു വഅഫ്തൗ, ജനങ്ങള് നിനക്ക് ഫത്വ തന്നു, അത് ഹലാലാണ്, എന്നാലും നിന്റെ കൽബിനോട് ചോദിക്കാൻ. അതായത് ചുരുക്കത്തിൽ മനസ്സാക്ഷി എന്നൊട്ട് സാക്ഷിയുണ്ട്. മറ്റൊരു 100 പറഞ്ഞാലും മനസ്സാക്ഷി അനുവദിക്കൂല ചിലത്. ഏത് മനസ്സാക്ഷി? ഓരോ 4 ആളല്ല പറയും. ഇന്നാള് പറഞ്ഞില്ലേ ചത്തതിനെ തോന്നാന്ന് പറഞ്ഞിട്ടുണ്ടല്ല, മറ്റേ മുലർക്ക തോന്നുന്നുണ്ടല്ല എന്ന് പറഞ്ഞിട്ട് തോന്നൂല. അതാ കാല സയ്യിദുൽ ഇമാമു അഹ്മദ് ഇബ്നു സൈനുൽ ഹബശി റളിയല്ലാഹു അൻഹു ഇൻദ ഖൗലിഹി ഫിൽ ഹദീസ്. ഈ ഹദീസ് പറയുന്ന അവസരത്തിൽ മൂപ്പർ പറഞ്ഞു ഇസ്തഫ്തി ഖൽബക എന്ന് പറഞ്ഞാൽ എല്ലാ കൽബുമല്ല, പിന്നെന്താ അൽ മുറാദു ബിഹിൽ ഖലിയു അനി തമഇ. തമഇ എന്ന് പറഞ്ഞാൽ പല ദുനിയാവിലേക്കുള്ള ആഗ്രഹങ്ങളുണ്ടല്ലോ, അതിനെ തൊട്ട് ഖാലിയായ കൽബാണ് ഉദ്ദേശിക്കുന്നത്. വറഗബത്തി ഫി ദുനിയ, ദുനിയാവിലുള്ള റഗബത്തിനെ തൊട്ടും ഖാലിയായ കൽബാണ്. അന്നേരം എന്താക്കില്ലേ ഇതെങ്ങനെ തിന്നു കിട്ടിയാൽ മതി തോന്നലേ, ഖാലിയാകാൻ ഞാൻ ഈ കോയിനത്ത് ഒന്നുകൂടോ അതെങ്ങനെ പറയാപ്പാ. അപ്പം നോക്കാം, കഷ്ടം കൂട്ടുന്നില്ല ചാറ് കൂട്ടിക്കൊന്ന് പറയും. പിന്നെ അങ്ങനെ പറയില്ലല്ല, കഷ്ടം കൂട്ടുന്നില്ലെങ്കിൽ ചാറ് കൂട്ടിക്കൊന്ന്. അപ്പൊ ഫമൻകാന ഹാദാ വസ്ഫഹു, ഒരാളെ വസ്ഫിതാണ് ഏത് റഗബത്ത് തമഅ്, അങ്ങനെ ഉള്ളതാണ് ഒരാളെ കൽബെങ്കിൽ ഫലാ യസ്തഫ്തി, ആ കൽബിനോട് ചോദിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ലിഅന്നഹു യഹ്മിലു ശൈഅ ബിഹസ്ബി ഹവാഹു, അതിൻ്റെ തടിഹബ അനുസരിച്ച് എന്താകും ഒരു വസ്തുവിനെ ന്യായീകരിച്ചു കൊണ്ടുവരും.
വകദാ കുല്ലു മൻ മാല ഇലാ ശൈഇൻ ബിഹവാഹു, ഇവൻ തടി ആഗ്രഹിക്കുന്ന ഒരു ശൈലിയിലേക്ക് ചാഞ്ഞാൽ എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെ. ലാ യുഫവ്വദു ഇലൈഹിൽ ഹുക്മു ഫീഹി, ഒരു മസ്അലന്റെ ഹുക്മ് തീരുമാനിക്കാൻ അയാളെ കൊള്ളേ എന്നാ പറ്റൂല, ഏറ്റവും അത് ചെയ്യാൻ പറ്റൂല. തിരിഞ്ഞുണ്ടല്ലോ. എല്ലാവരും ഓനെ പറ്റി മനസ്സിലാക്കണം, ഞാൻ സവാബിന്റെ മുള്ളാന്നുള്ളൂ. തെറ്റുപറ്റിന്ന് ആരും സമ്മതിക്കൂല. പിന്നെ വണ്ടിയിൽ അപകടം പിടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഞാൻ നേരെയാണ് ഓടിക്കുന്നത്, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചറിയിക്കുക, ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടോ, വണ്ടി ആക്കാതെ അയക്കതായിട്ട് ഓടുന്നത്. മറ്റുള്ള ഒരു രംഗത്തും എല്ലാവരും ശരിയെന്ന് അർത്ഥം വെക്കുക. തിരുത്താനൊരുങ്ങിയാൽ ബദർ, ഉഹദ്, ഹുനൈന്, ഖന്തക്ക് എല്ലാം പ്രതീക്ഷിക്കണം. ഡേറ്റിന് മുമ്പ് നിന്നൊരു സംഭവം ഉണ്ടാകും, ഖിയാമത്ത് നാളും പ്രതീക്ഷിക്കണം. വല്ലന്നു സാദിഖോ, സാദിഖായ ലന്നാകണമെങ്കിൽ ലാബുദ്ദ അൻ യസ്തനിദ ഇലാ ദലീലിൻ സഹീഹിൻ, ഒരു സഹീഹായ ദലീലിലേക്ക് ഇസ്തിനാദ് ചെയ്ത് ശാരാത്ത കാലത്തോളം സാദിഖായ ലന്ന് കിട്ടൂല. വകുല്ലു ദന്നിൻ ലാ യുബ്നാ അലാ അസ്ലിൻ സഹീഹിൻ, ഏതൊരു ലന്നും, എങ്ങനത്തെ ലന്ന് അതിന്റെ സിഫത്താണത്, ലാ യുബ്നാ അലാ അസ്ലിൻ സഹീഹിൻ, ഒരു സഹീഹായ അസ്ലുമേൽ എടുക്കപ്പെടാത്ത ലന്നാണെങ്കിൽ ഫമർദൂദുൻ അലാ സാഹിബിഹി, അത് വലിച്ചു ചാടപ്പെടേണ്ടതാണ്. അത് സാഹിബിന് എന്താക്കണം, മടക്കിയാക്കണം. ചുരുക്കത്തിൽ എന്തായി, ഇസ്തഖ്തി ഖൽബക എന്ന് പറഞ്ഞാൽ ഈ വാബിസ എന്ന സഹാബി ഹലായത കൊണ്ടാ പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് എല്ലാവരും കൽബിനോട് ചോദിച്ചോ നിന്റെ കൽബിൽ എന്താ തോന്നുന്നത് അതെന്നെ മസല, അതല്ല. അങ്ങനെ ഇനി വഖൗലുഹു, ഹദീസിലുണ്ടല്ലോ അൽ ഇസ്മു മാ ഹാക ഫിസ് സദ്രി എന്ന് പറഞ്ഞാൽ എന്താന്ന്, സദ്രിൽ എടുക്കണ്ടേ, തെറ്റോ ശരിയോ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ അതിന് പറയും ഒരു കാലം മുന്നോട്ട് വെക്കുമ്പോൾ മറ്റേ കാലം ബേക്കോട്ട് വെക്കുന്നത്. അത് ഖവാത്തില്ലാന്ന് ബാധിക്കുക. അതാ ഇൻദഹു ഇഖ്തലജത്തിൽ ഖവാതിറു ഇൻദഹു, അതിൻ്റെ അടുക്കൽ ഖവാതിർ എന്തായി പടപടച്ചു, ചെയ്യണോ വേണ്ടിയോ ബികൗനി ഹാദാ സഹീഹൻ ഔ ഫാസിദൻ, ഇന്നത് സഹീഹാണോ അല്ലെങ്കിൽ ഫാസിദാണോ. അവിടെ ഫൽ വറഉ, എന്താണ്, അതാണ് നമ്മളെ ബാബ്. തർക്കു മാ ഹസന ഫീഹി തറദ്ദുദ് സംഭവിച്ചത് ഒഴിവാക്കുക എന്നതാണ്. വൽ വസ്വസത്തു ശൈത്വാനിയത്തു, ശൈത്താനിയായ വസ്വസത്ത് എന്താണെന്നറിയോ, അലാമത്തുഹ അൻ തറാ സാഹിബഹ യതഹറ ഇൻദൽ മിയാഹ ഫി തഹാറത്തി, തഹാറത്തിൽ വെള്ളം ശുദ്ധിയുണ്ടോ എന്ന് കളിക്കുന്നതാണ്. കുളത്തിലെ വെള്ളത്തിനും കൂടെ ശുദ്ധിയുണ്ടോ, അതിനാക്കാണ് ശുദ്ധി പാലിക്കേണ്ടുന്ന സ്ഥലത്ത് ഇയാൾക്ക് എല്ലാം താല്പര്യം. അതാ വനഹബിഹ, തഹാറത്ത് പോലത്തത് വെള്ളത്തിലാണ് നിഷ്കാലി. അത്തഹജിയൽ ബാലിഗ്, മനസ്സിലാകുന്നുണ്ട, യതഹറാന്റെ മഫ്ഊല് മുത്തലക്കായ തഹജിയൽ ബാലിഗ്, അങ്ങേയറ്റത്തെ ശുദ്ധി. കുപ്പായ അറിയട്ടെ, ഈച്ചക്കൊന്നും പറ്റാൻ പറ്റില്ല. അവിടെ നിന്നൊരു വിശറി ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്നു. അപ്പം വിശറിക്ക് ഈച്ച പറ്റിയാലോ, അപ്പൊ ഈച്ച പറ്റിയ കാറ്റല്ലേ വസ്ത്രത്തിനടിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ശുദ്ധിയുള്ള ആദ്യത്തെ ശുദ്ധി എന്നാണ് ക്ലീനക്സ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നും തൊട്ടുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്താൽ ശുദ്ധി. എന്നാ പിന്നെ ടിഷ്യൂ പേപ്പർ ആദ്യം തന്നെ മുത്തലഖു തഹാറത്തിനോടാണ് പറയുന്നത്. അതിനെന്താ തെളിവ് എന്നിട്ടോ, നജാസാത്തിന്റെ വിഷയത്തിൽ വസ്വാസ, അതിനെ നായി നടന്നന, ഇതിനെ ആട് നടന്നന, അങ്ങനെ ഇങ്ങനെ ഇലക്ട്രിക് പോസ്റ്റിന് ആയും മൂത്രം തീറ്റീന, ഇതായിരിക്കും വസ്വാസം. എന്നാലോ അകത്താക്കുന്ന കാര്യത്തിൽ ഇത് അർത്ഥതാണോ അല്ലയോ എന്ന വിഷയത്തിലൊന്നും കാണുന്നില്ല. ഇതന്നെ ശൈത്താനിക്ക് വേണ്ടത്. വലാ യതഹറ വലാ യതവറഉ അനി ശുബ്ഹാത്ത്, അതാ ശുബ്ഹാത്ത് തിന്നുന്നതിനെ തൊട്ടുന്നില്ല, വറഉല്ല, തഹജ്ജിയില്ല, വർത്തിക്കാബിൽ ഫവാഹിഷ് വലാ യുൽഖി ലഹാ ബാലൻ, അതിനൊരു പ്രശ്നമില്ല. അത് ഇന്ന ഇമാമിന്റെ കൗല് പ്രകാരാന്ന് ഇന്ന പ്രകാരാന്ന് എല്ലാം ന്യായീകരണമുണ്ടോ. അപ്പൊ അയാളെ കണ്ടാൽ ഇരട്ടത്തക്കിയായിരിക്കും, ഡബിൾ തക്കി ഈ വസ്വാസം ഉണ്ടായി. ഫമൻ ഹാദാ വസ്ഫുഹു, ഇതാണ് ഒരാളെ വസ്ഫെങ്കിൽ ഫവസ്വസതുഹു ഹറാമുൻ ഫലൈസ ലഹു ബിഹാ മിൻ സുൽത്താൻ,
അദ്ദേഹത്തിൻ്റെ വസ്വസത്തെ ഹറാമാണ്, അതിനൊരു അധികാരിയും ഇല്ല എന്ന് മനസ്സിലാക്കുക. قال سيد العارف بالله أحمد بن إدريس المغربي رضي الله عنه وربنا നമുക്ക് നല്ലോണം അറിയാം. ഖുറാത്തിമിൽ നിങ്ങൾ പോയ മൻ തഹറ തഹാറത വതവറഅ അനിൻ നജാസാതി, ഒരാൾ തഹാറത്ത് കണ്ടാൽ വല്ലാത്ത സൂക്ഷ്മത, മുട്ടിൻ്റെ മേലെല്ലാം ചിലപ്പോൾ തുണി ഉരീറ്റൻ നടന്നു ഒരു ഇതിനകത്ത് ഓട്ടം വന്ന് വെള്ളം നിറയ്ക്കാൻ എടുക്കുകയാണ്. എന്നിട്ടോ വഹുവ ജഅ്കുലു ഹറാമൻ, അയാൾ ഹറാമ് തിന്നുന്നുണ്ട്, അവിടെ ഒന്നുമില്ല, കിട്ടുമ്പോൾ തോന്നി. അദ്ദേഹത്തിൻ്റെ വറ എന്താണെന്നറിയോ? കവറയിൽ കൽബി, നായിൻ്റെ വറ എങ്ങനെ പറയും? ഖസാലി മാമ തമാശയായിട്ട് പറയൂ. പകൽ സമയത്ത് എന്താക്കും? ഒരു തീപ്പെട്ടിക്കോല്, ഒരു മുന്തിരിങ്ങര കഷ്ണം അതെല്ലാം കൊണ്ടിട്ടിയാൽ ഒരു തീപ്പെട്ടിക്കോല് വീട്ട് കിട്ടിയിട്ടുണ്ട്, തെളിവ് സഹിതം ആള് വന്നാൽ തിരിച്ചു കൊടുക്കുന്നതാണ്. ബീഡിക്കുറ്റി, ബാത്റൂമിന്റെ പരിസരത്ത് തന്നെ ഒരു ബീഡിക്കുറ്റി വീട്ട് കിട്ടിയിട്ടുണ്ട്, തെളിവ് സഹിതം ആള് വന്നാൽ തിരിച്ചേൽപ്പിക്കുന്നതാണ്. രാത്രി എന്താ പണി? കൊള്ളയടി. എവിടെ കടയുണ്ട്, അവിടെ ആളില്ലാത്തതിനാളെല്ലാം കൊള്ളയടിക്കുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലും പറഞ്ഞ് പറയാനില്ലാത്ത ഇതാ നായിന്റെ വറാന്ന്. യഅ്കുലുൻ നജാസാതി വൽ ഖാദൂറാത്തി, എല്ലാ നജാസത്തും എല്ലാ മാലിന്യങ്ങളും ചത്തതും എല്ലാം തിന്നു. എന്നിട്ട് മൂത്രയ്ക്കുമ്പോൾ തെറിക്കുന്നതായിട്ട് കാല് വന്നിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുള്ളൂ എന്നാണ്. ഇതാ അറാദ യബൂല, മൂത്രയ്ക്കണെങ്കിലോ മൂത്രം തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി ഭയങ്കര സൂക്ഷ്മത. ലാ യതിമ്മുൽ വറഉ ഇല്ലാ ബിഅശറത്തിൻ, 10 കാര്യം ഒരുമിച്ച് കൂടിയാലല്ലാതെ പറയണ്ട് എന്ന് പറയാൻ പറ്റൂല. ഞങ്ങൾക്ക് പറയാന്ന് ദുഷ്കാന്ന് സൂക്ഷിച്ചു. قال سيدنا الإمام سيدنا عبد القادر الجيلاني رضي الله عنه ഉന്നയിൽ പറഞ്ഞു, ولا يتم البرء إلا أن يرى 10 أشياء فريضة على نفسه. ഒരാൾക്ക് വറഅ് പൂർത്തിയാകൂല 10 കാര്യം അവന്റെ ബാധ്യതയാണ് എന്ന് കാണാത്ത കാലത്തോളം. അവലുഹ, ഒന്ന് ഹിഫ്ദുൽ ലിസാനി മിനൽ ഗീബ. മുമ്പ് പറഞ്ഞല്ലോ വറഅ് എന്നുള്ളത് തീറ്റിക്ക് മാത്രമല്ല എല്ലാ രംഗത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഗീബത്തിനെ തൊട്ട് ഹിഫ്ദുൽ ലിസാനാണ്. അതെന്താ? ലിഖൗലിഹി തആല വലാ യഗ്തബ് ബഅദുകും ബഅദാ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 അൽഇജ്തിനാബു അൻ സൂഇൽ ലന്നി, മറ്റൊരു മുഅ്മിനത്തോട് സൂഉൽ ലന്നിനെ മറന്നു നിൽക്കുക. ഇജ്തനിബു കസീറൻ മിനൽ ലൻ ഇന്ന ബഅദൽ ലന്നി ഇസ്മുൻ എന്ന് പറഞ്ഞു. ഒരൊന്ന് തെളിവാ പറഞ്ഞു. വസ്സാലിസു, മൂന്നാമത്തേത് അൽഇജ്തിനാബു അനി സുഖരിയത്തി, മറ്റുള്ള ആളെ പരിഹസിക്കലിനെ തൊട്ട് മാറി നിൽക്കുക. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ. 4 വറാബിഉ ഖല്ലുൽ ബസരി ലിൽ മഹാരിം, ഹറാമാക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ട് കണ്ണടക്കുക. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. വൽ ഖാമിസു, അഞ്ചാമത്തേത് സിദ്ഖുൽ ലിസാൻ, നേര് മാത്രം പറയുക. വൈദാ ഖുൽതും ഫഅദിലൂ ഐ ഫസ്ദുഖു എന്നാണ് അതിൻ്റെ ഒരു താക്കീത്. സത്യമായ എന്തുണ്ട്? ഫിറാത്തുല്ല തഫരീത്തുല്ല, തിന്നാനുള്ളതുപോലെ. വസ്സാദിസു, ആറാമത്തെ കാര്യം അൻ യഅരിഫ മിന്നത്തല്ലാഹി തആല അലൈഹി, അല്ലാഹു തആല ചെയ്ത മിന്നത്തിനെ അറിയുക. ഞാൻ ചെയ്തതല്ല, നമ്മളെ യോഗ്യതയല്ല, നമ്മളെ മെരിറ്റുമല്ല. ലികൈ ലാ യുഅജബ ബിനഫ്സിഹി, നഫ്സ് കൊണ്ട് ഉജബ് കാണിക്കാതിരിക്കാനാണ്. അതാ ലാ തമുന്നു അലൈ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ. ഈമാനിന് അള്ളയാണ് ഹിദായത്തിലാക്കിയത്, നിങ്ങളായതല്ല എന്നാ പറഞ്ഞു. വസ്സാബിഉ, ഏഴാമത്തേത് അൻയുൻഫിഖ മാലഹു ഫിൽ ഹഖ്ഖി, ഹക്കിൽ മാത്രം മുതൽ ചെലവാക്കുക. വലാ യുൻഫിഖഹു ഫിൽ ബാത്തിൽ, ബാത്തിലിൽ ചെലവാക്കാണ്ട് പാടില്ല. لقوله تعالى والذين إذا أنفقوا لم يسرفوا ولم يقتروا. അതാ മുതൽ ചെലവാക്കുകയാണെങ്കിൽ ഇസ്രാഫും ഉണ്ടാകില്ല, ഇഖ്താറും ഉണ്ടാകില്ല എന്നല്ലേ. يعني لم ينفقوا في معصية, മാസിയത്തിൽ അവർ ചെലവാക്കൂല. വലം യംനഉ മിന ത്വാഅതി, താഅത്തിനെ തൊട്ട് തടയുകയും ഇല്ല. വസ്സാമിനു, എട്ടാമത്തേത് അല്ലാ യത്ലുബ ലിനഫ്സിഹിൽ ഉലൂബ വൽ കിബ്റ, എൻ്റെ നഫ്സിന് വലിയ ഉന്നതി വേണം, വലിയ സ്ഥാനം വേണം. ബെഞ്ചമിനിരിക്കൂല, സ്റ്റേജിന്മേലെ കസേരയിൽ തന്നെ ഇരിക്കണം. കുറച്ച് വൈകിട്ടേ പോന്നാൽ അന്ന് ബക്കുബലടിക്കല്
എല്ലാവരും എണീച്ച് പായും, പ്രസംഗം നിർത്തും. പിന്നെ വണ്ടി കൊണ്ടിങ്ങനെ പൊടിയെല്ലാം തോർത്തിട്ട് എല്ലാവരും മേത്തേക്കാക്കും. അന്നാണ് കാറ് വൃത്തിയാകുന്ന ദിവസം. തുടക്കാൻ ആളൊന്നും വേണ്ട. ഇഫ്താർ കൊടുക്കാതെ പിശുക്ക്. അല്ല, تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا. والتاسع ഒമ്പതാമത്തേത് المحافظة على الصلوات الخمس. 5 നേരത്തെ നമസ്കാരത്തിന്റെ മുഹാഫളയാണ് ഫീ മവാഖീതിഹാ. അതാത് നിശ്ചയിക്കപ്പെട്ട കൃത്യസമയത്ത് തന്നെ. അതെങ്ങനെയായിരിക്കണം? അതിനെ പ്രത്യേകം പറയുന്നത് നിൽക്കാൻ പോയി തിരക്ക് കയറിയിട്ട് ഒരൊറ്റ കൊട്ടലിട്ടുള്ളെങ്കിൽ ഞാൻ പറയാം ഒത്തിരിക്കിച്ചു. അതിന് റുക്കൂഉം വേണം, അതിൻ്റെ സുജൂദും വേണം. لقوله تعالى حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. والعاشر പത്താമത്തെ കാര്യം الاستقامة على السنة والجماعة. സുന്നത്ത് അൽ ജമാഅ. അതിപ്പോൾ ഇപ്പോഴത്തെ പാർട്ടിനെ വിളിക്കണമെന്നല്ല അർത്ഥം കണ്ട്. അങ്ങനെയാണ് അടുത്ത് കൊണ്ടപ്പോൾ അപ്പം ചോദിക്കുക ഏത് പാർട്ടിയെന്ന്. അന്നേരം പിന്നെ അതിന് കളിയൂട്ടൂല. لقوله تعالى وأن هذا صراطي مستقيما. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ് ഇലാഫത്ത്. അത് തങ്ങളെ ഖിതാബാണെങ്കിൽ, എല്ലാ അള്ളാഹു പറയാൻ ഏൽപ്പിച്ചാണെങ്കിൽ സിറാത്തി എന്ന് പറഞ്ഞാൽ അള്ളയിലേക്കാണ് മൻസൂബ്. ചുരുക്കത്തിൽ എന്തായി? അള്ളാഹുവിലേക്കും റസൂലിലേക്കും മൻസൂബായ തരീഖ്. അത് ഇതിലുണ്ടെങ്കിൽ ഓക്കെ. ഇല്ലേ, അലക്കക്കാരന് മയ്യത്ത് കാണാൻ പറ്റാത്ത പാർട്ടിയാ. ഉടനെ ഫോട്ടോ എടുത്ത് ഇവനപ്പുറത്തെ മയ്യത്ത് കാണാൻ പോയിട്ടുണ്ട്, ഇവൻ മയ്യത്തേക്ക് ഇരിക്കുന്ന കണ്ടിട്ട് ഇവനെ പിടിച്ച് പുറത്താക്കണം, ഇവൻ നമുക്ക് എന്താക്കേണ്ടത്, ഇവനെ വേണ്ട പോലെ കൈകാര്യം ചെയ്യണം. അതെ, അടിയന്തര മീറ്റിംഗ് വിളിക്കണം. അതിനെ പിൻപറ്റിക്കൊന്നാവുന്നു. ഇസ്ലാത്തിന്റെ ഇലാഫത്ത് മനസ്സിലായില്ലേ? ഇവിടെ ഒരുപാട് സുബുലുകൾ കാണാം. അതൊന്നും പിൻപറ്റിക്കൂടാ. അല്ല, നിങ്ങൾ എന്താക്കും? അള്ളാന്റെ മാർഗത്തിനെയും വിട്ട് നിങ്ങൾ അതിലോടിക്ക് എത്തിച്ചടിക്കും. ഇവിടെ നിന്ന് ഒന്ന് തെറ്റിയാൽ മതി. ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നു. ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ റെയിൽ ക്രോസിംഗ് കാണാം. ചിലപ്പോൾ 1 മില്ലിമീറ്റർ ആയിരിക്കും തെറ്റിയിട്ടുണ്ടാവില്ല. അല്പം കഴിയുമ്പോൾ ഉണ്ടാവും ഇത് അപ്പുറത്തെ ട്രാക്കിൽ. വണ്ടി നേരെ അപ്പുറത്തേക്ക് എടുത്ത് വെച്ച്. ومما ورد في الورع أيضا قول النبي صلى الله عليه وسلم لا يبلغ العبد أن يكون من المتقين. ഒരു അബ്ദ് മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ എത്തൂല. എത്ര വരെ? ഹത്താ യദഅ മാ ലാ ബഅസ ബിഹി ഹദറൻ ലിമാ ബിഹി ബഅസ്. തെറ്റില്ലാത്ത കാര്യം അഫീനഫ്സിൽ ആ സാധനം തെറ്റില്ല, പക്ഷെ തെറ്റിലേക്ക് അത് മുഖേന എത്തിപ്പോകുമ്പോൾ എന്ന് പേടിച്ചിട്ട് എന്താക്കുക? ഒഴിവാക്കുക. ഹദറൻ ലിമാ ബിഹിൽ ബഅസ്. കുറ്റമുള്ള ഒന്നിനെ പേടിച്ചിട്ട്. ചുരുക്കത്തിൽ കുറ്റവും കുറ്റത്തിലേക്കുള്ള വസീലയും ഒഴിവാക്കുക എന്നായി. وعن عمر بن الخطاب رضي الله عنه قال كنا ندع 19 الحلال. ഹലാലിന്റെ 9 ഭാഗം നാം ഒഴിവാക്കും. ഇതിന് മഖാഫത്തൻ മിനൽ വഖൂഇ ഫിൽ ഹറാമി. ഹറാമിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചിട്ട്. 90%. 10-9 എന്ന് പറയുമ്പോൾ 100-ല് ഒരേ നിസ്ബിയാണല്ലോ. 90% ഹലാലെ നമ്മൾ കൈവടിയാറുണ്ടെന്നാണ്. وقال بعض الصحابة رضي الله عنهم പറഞ്ഞു كنا ندع 70 بابا من الحلال. ഹലാലിൽ പെട്ട 70 ബാബ് നാം ഒഴിവാക്കും. മഖാഫത അൻ തഖഅ ഫീ ബാബിൻ മിനൽ ഹറാം. ഹറാമിൽ പെട്ട ഒരു ബാബിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചിട്ട്. وعن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال له. അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, യാ അബാ ഹുറൈറ റളിയല്ലാഹു അൻഹു കുൻ വരിഅൻ. നീ വലിയ വറഉള്ളവനാകണം. എന്നാൽ എന്തായി? തകുൻ അബദന്നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്തുടയവനായി മാറും. ഇബാദത്തിന് എണ്ണം നോക്കിയിട്ടില്ല. ആ വറഅടിച്ച അബദന്നാസ്. അഖ്റജഹു ഇബ്നു മാജah. وفي رواية أخرى عن أبي هريرة أيضا رضي الله عنه مرفوعا رجاله നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദന്നാസ്.
വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. ഹറാമായ കാര്യം നീ വർജിക്കുക, എന്നാലോ ഏറ്റവും കൂടുതൽ ഇബാദത്തുകാരനായി. അല്ലാഹു തആല നിനക്ക് സംശയിച്ച് തന്ന കാര്യം കൊണ്ട് നീ പൊരുത്തപ്പെടണം, എന്നാൽ നീ ഏറ്റവും വലിയ ഖനിയായി മാറും. പോരാന്നാന്നോ? എന്നാൽ പിന്നെ ഒരിക്കലും പോരാല്ല. എന്തോണം? ഹലാലല്ലാത്തത് വന്ന് അതിൻ്റെ അഹലുകൾക്ക് തിരിച്ചു കൊടുത്തേക്കണം. ഇത് ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ അതിനെ കൊണ്ടെന്തെങ്കിലും വേറെ വെറുപ്പുണ്ടാക്കിയിട്ട് കഴിയില്ല. കാന അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു പറയും, ലഅൻ അറുദ്ദ ദിർഹമൻ മിൻ ശുബ്ഹത്തിൻ, ശുബ്ഹത്തിൽ നിൽപ്പെട്ട ഒരു ദിർഹം ഞാൻ മടക്കി കൊടുക്കില്ല. അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയകരമാണ്, മിൻ അൻ അതസദ്ദഖ ബിമിഅത്തി അൽഫിൻ വമിഅത്തി അൽഫിൻ, ലക്ഷങ്ങൾ. ആദ്യൊരു 100,000, പിന്നൊരു 100,000 പറഞ്ഞാൽ ലക്ഷങ്ങൾ. സദക്ക കൊടുക്കുന്നതിനേക്കാണ് ശുബ്ഹത്തിൽപ്പെട്ട ഒരു ദിർഹം മടക്കി കൊടുക്കലാണ് എനിക്കിഷ്ടം. ഇല അന്നാദ ഇല 700,000, അങ്ങനെ മൂപ്പറന്താക്കി 100,000 100 എണ്ണീറ്റ് പറഞ്ഞെത്തിയടുത്തേക്ക് 700,000. അപ്പം 7,000 എത്തി. 100,000 എന്ന് പറഞ്ഞാൽ എത്രയെന്ന്? 1,00,000. അതിന് 7 കൊണ്ട് കുടിക്കും, 7 ലക്ഷം. അങ്ങനെ മൂപ്പറുണ്ട് 100,000 എണ്ണീറ്റ് 7 ലക്ഷം വരെയും പറഞ്ഞു.